അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ ആദരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് പ്രവാചകൻ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ മാസത്തിലാണ് വിശ്വാസി സമൂഹം ഉള്ളത്. റബീഉൽ അവ്വലിന് മതപരമായി യാതൊരു പ്രത്യേകതയും ഇല്ല. ഖുർആനിൽ പറഞ്ഞ 4 പവിത്ര മാസങ്ങളിൽ റബീഉൽ അവ്വൽ ഉള്ളതായി നമുക്ക് കാണുവാൻ സാധ്യമല്ല. റബീഉൽ അവ്വലിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും മരിച്ചതും മദീനയിലേക്ക് ഹിജറ പോയതും റബീഉൽ അവ്വലിലാണ്. ഖുർആൻ എങ്ങനെയാണോ പ്രവാചകനെ പരിചയപ്പെടുത്തിയത് അതുപോലെ മനസ്സിലാക്കുവാൻ വിശ്വാസി സമൂഹം തയ്യാറാകേണ്ടതുണ്ട്. സത്യത്തിൻ്റെ മാതൃകയായിട്ടാണ് ഖുർആൻ പ്രവാചകനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. സത്യത്തിൻ്റെ മാനദണ്ഡമായി സ്വീകരിക്കാവുന്ന ഏക ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ഇരുട്ടുകളെ വകഞ്ഞു മാറ്റുന്ന പ്രകാശഗോപുരമായിട്ട് പ്രവാചകനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നുവെന്ന് സൂറ അഹ്സാബിലെ 45-46 ആയത്തിൽ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഒന്നാമതായി സാക്ഷിയാക്കിയിരിക്കുന്നു, ഷാഹിദാക്കിയിരിക്കുന്നു. മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ സന്ദേശത്തെ എത്തിച്ചു കൊടുത്ത് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തി. രണ്ടാമതായി മുബശ്ശിറാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളുടെ സന്തോഷ വാർത്തകൻ, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. വനദീറ, മുന്നറിയിപ്പുകാരനാണ്. ദൈവിക ധിക്കാരത്തോടുകൂടി ദൈവിക നിയമങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നരകമുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകാരൻ. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി, അല്ലാഹുവിൻ്റെ അനുവാദത്തോടുകൂടി അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദാഇയാണ്, ക്ഷണിക്കുന്നവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസിറാജൻ മുനീറ, പ്രകാശിക്കുന്ന വിളക്ക് കൂടിയാണ് എന്ന് 5 ക്വാളിറ്റികൾ പ്രവാചകന്റെ എടുത്തുകൊണ്ട് ഖുർആൻ സൂറ അഹ്സാബിൽ വരച്ചു കാണിക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്കാകമാനമുള്ള മാതൃകയായിക്കൊണ്ടാണ് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവിൻ്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ് മാതൃകയുള്ളത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷ പുലർത്തുകയും അല്ലാഹുവിനെ ധാരാളമായി കൊണ്ട് സ്മരിക്കുകയും ചെയ്യുന്നവർക്ക്. വദക്കറല്ലാഹ കസീറ, അവർക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകനിൽ മാതൃകയുണ്ട് എന്നുള്ളതാണ് ഖുർആൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അല്ലാഹുവിൻ്റെ പ്രവാചകൻ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയായിക്കൊണ്ട് സൂറ കലമും പരിചയപ്പെടുത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഉത്തമമായ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉത്തമമായ മാതൃക സ്വീകരിക്കുവാൻ ഇഹലോകത്തും
പരലോകത്തും വിജയിക്കുവാൻ പ്രവാചകന്റെ ജീവിതം നാം നയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളിലേക്കും പ്രവാചകന്റെ ജീവിതം വിരൽ ചൂണ്ടുന്നുണ്ട്. നമുക്ക് സ്വർഗലബ്ധി ആവശ്യമുണ്ടോ എങ്കിൽ പ്രവാചകനെയാണ് പിൻപറ്റുവാൻ വേണ്ടി ഇസ്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാം എങ്ങനെയാണ് പ്രവാചകനെ പിൻപറ്റേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് അറിയിക്കുന്നു. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, വിലക്കപ്പെട്ടത് എന്താണോ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സൂറ ഹശ്ർ നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതൊരാളെക്കാളും അല്ലാഹുവിന്റെ പ്രവാചകൻ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർത്തീകരിക്കുന്നുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും പ്രവാചകനെ ഇഷ്ടപ്പെടുവോളം ഒരാൾക്കും വിശ്വാസം സ്വീകരിക്കുവാൻ സാധ്യമല്ല എന്നതാണ് ഇസ്ലാമിക പാഠം നമ്മെ അറിയിക്കുന്നത്. ഈമാനിന്റെ മാധുര്യത്തെ രുചിക്കുവാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം തഅമുൽ ഈമാനും മൻ റളിയ ബില്ലാഹി റബ്ബ വബി ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂലുള്ളാഹ്. ഈമാനിന്റെ മാധുര്യം രുചിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഹദീസിൽ ഒന്നാമതായി അള്ളാഹുവിനെ റബ്ബായി കൊണ്ട് സ്വീകരിക്കണം, രണ്ടാമതായി കൊണ്ട് ജീവിത സരണിയായി കൊണ്ട് ഇസ്ലാമിനെ സ്വീകരിക്കണം, അതോടൊപ്പം തന്നെ മുഹമ്മദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായും സ്വീകരിക്കുമ്പോഴാണ് ഈമാനിന്റെ മാധുര്യത്തെ നുകരുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് നാം അറിയേണ്ടതുണ്ട്. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തത്തെക്കാൾ അപ്പുറമായി കൊണ്ട് സ്നേഹിക്കുവാൻ സാധിക്കണം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വന്തത്തെക്കാൾ ഉറ്റവനാണ് എന്നുള്ളതാണ് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. പ്രവാചകൻ പഠിപ്പിച്ചു, എന്റെ സുന്നത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. മൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന ഫഅയ ഫിൽ ജന്ന. എന്റെ സുന്നത്തിനെ പിൻപറ്റുന്നവന് എന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പഠിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നാം പ്രവാചകനെ സ്നേഹിച്ച് അതിര് കടക്കുവാൻ പാടില്ല എന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ ഉണർത്തുകയുണ്ടായി. ക്രൈസ്തവ സമൂഹം മറിയമിന്റെ മകനെ ഈസ അലൈഹിസ്സലാമിനെ പുകഴ്ത്തിപ്പാടിയതുപോലെ നിങ്ങൾ എന്നെയും പുകഴ്ത്തിപ്പാടരുത് എന്ന് ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് നിങ്ങൾ മാത്രം പറയുക എന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്വഹാബാ കിറാമുകൾ പ്രവാചകനെ സ്നേഹിച്ചത് എന്ന് നാം കൃത്യമായി കൊണ്ട് പഠിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ മരണശേഷം ബിലാൽ ഇബ്നു റബാഹിന് ബാങ്ക് കൊടുക്കുവാൻ സാധിക്കാത്ത രീതിയിലേക്ക് മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന പദം ഉച്ചരിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സൈബാൻ റളിയല്ലാഹു അൻഹു മെലിഞ്ഞൊട്ടിക്കൊണ്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് വരുമ്പോൾ പ്രവാചകൻ സൈബാനോട് ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി സൈബാൻ, താങ്കൾക്ക് വല്ല അസുഖങ്ങളുമുണ്ടോ? ഇല്ല പ്രവാചകരെ. സാമ്പത്തികമായ വല്ല പ്രയാസവുമുണ്ടോ? അതുമില്ല പ്രവാചകരെ. പിന്നെ എന്തുകൊണ്ടാണ് സൈബാൻ താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നു ചോദിക്കുമ്പോൾ പ്രവാചകനോട് അദ്ദേഹം പറയുന്ന മറുപടി, ഇപ്പോൾ താങ്കൾ എന്റെ അടുക്കലുണ്ടല്ലോ, മരണശേഷം സ്വർഗത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ താങ്കൾ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും, ഞാൻ ഏറ്റവും താഴെയായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് കാണുവാൻ സാധിക്കുക എന്നുള്ള വിഷമമാണ് എനിക്കുള്ളത്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശ്ശുഹദാ വസ്സാലിഹീൻ
വഹസുന ഉലൈക റഫീഖ. താങ്കൾ അല്ലാഹുവിനെയും പ്രവാചകനെയും പിൻപറ്റുന്നുണ്ടെങ്കിൽ, അനുസരിക്കുന്നുണ്ടെങ്കിൽ, ഫഉലൈക അക്കൂട്ടരുണ്ടല്ലോ മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ച ആളുകൾ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂടെയാണ്, സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ നിസായിലെ 69-ാമത്തെ ആയത്താണ് അദ്ദേഹത്തോട് ഓതി കേൾപ്പിക്കുന്നത്. നാമും ചിന്തിക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ, പ്രവാചകന്മാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള വഴിയായിക്കൊണ്ട് സൂറ നിസാ നമ്മെ പഠിപ്പിച്ചത് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കുക എന്നുള്ളതാണ്. ഇതാണ് നാമും തീരുമാനിക്കേണ്ടുന്ന കാര്യം. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചുവല്ലോ. സ്വഹാബാ കിറാമുകൾ ഇരിക്കുന്ന കൂട്ടത്തിൽ പ്രവാചകൻ പറയുന്നു, എനിക്ക് എന്റെ ഇഖ്വാനുകളെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വഹാബികൾ ചോദിച്ചു, ഞങ്ങളല്ലയോ താങ്കളുടെ ഇഖ്വാനുകൾ? പ്രവാചകൻ തിരുത്തി, ബൽ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ അസ്ഹാബുകളാണ്. വ ഇഖ്വാനിൽ ലദീന ആമനൂ ബി വലം യറൂനി, ഞാൻ കാണാത്ത എനിക്ക് ശേഷം വരുന്ന എന്നിൽ വിശ്വസിക്കുന്നവരാണ് നമ്മെ പോലെയുള്ള ആളുകളെ കാണുവാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആഗ്രഹത്തെ സഫലീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണോ കൊണ്ടുവന്നത് അതിനെ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള പണികളാണ്, ജീവിതമാണ് നാം നയിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.